ഹായ്, നമസ്കാരം. ഞാൻ ദുബായിലാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഫീൽ കണ്ടില്ലേ. നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കുറേ വില്ലകളാണ്. ഇവിടെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കണ്ടോ, ഈ വണ്ടിയൊക്കെ കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ വാഹനമാണിത്. ഇതൊക്കെ ഭയങ്കര വാഹനമാണ് കേട്ടോ, കണ്ടില്ലേ. ഈ വാഹനത്തിനൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാതെ ഉള്ളൊരു വരവാണിത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്നു. അദ്ദേഹത്തിൻ്റെ വില്ല നമ്പറാണ് 179. ഇതാണ് വില്ല നമ്പർ 179, കണ്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ നമ്മുടെ ഇഷ്ടപ്പെട്ട ഈ സെലിബ്രിറ്റി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായത്. ഇനി അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കാം അല്ലേ. ബെല്ലടിച്ചിട്ടുണ്ട്. ഇനി ഇറങ്ങി വരുമ്പോൾ ഇതാര്? ഹൈദർ ഭാവിച്ചേട്ടാ ഇവിടെ വന്ന് പിടിച്ചോ? ദുബായിലും വന്ന് പിടിച്ചോ? അല്ല, എന്നെ പേടിച്ച് മുങ്ങി അടക്കണമല്ലേ പോയല്ലോ. അതെ, അമേരിക്ക പോയി അവിടെ പിടിക്കാൻ നോക്കി, ഇവിടെ വന്നു. ഞാൻ ഒരിക്കലും ഇവിടെ ഭാവിച്ചേട്ടൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതാണ് വിളിക്കുക പോലും ചെയ്യാതെ വന്നത്. നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ഇത് ഭയങ്കര സെറ്റപ്പല്ലോ ഇവിടെ. അപ്പൊ അതെ, നമ്മള് ഭാവിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. ഭാവിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവർ. ഞാനിരുന്ന പിന്നെ അവരിക്കത്തില്ല. ഇവരൊക്കെ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെറിയ കുഞ്ഞു വോയിസ് വന്നു, ബാബുവാനി. അപ്പൊ എല്ലാവരും കംപ്ലീറ്റ് ആൾക്കാർ ഫ്രീസായി. പക്ഷെ ചിലരുടെ ഇരിക്കും, ചില മണ്ടന്മാരുണ്ട് ഡയറക്ടേഴ്സ്, അവരുടെ ഇരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. പേര് പറഞ്ഞ വീട്ടുകാരെ പോലെ. എനിക്ക് മമ്മൂക്കാടൊപ്പം എനിക്ക് വേദന വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ഒരു പ്രാന്തനെ പോലെ ഒരു മനുഷ്യൻ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ നീട്ടി കമ്മലൊക്കെ ഇട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എവിടെ മലയാള സിനിമ സെറ്റാവും. പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ തൊട്ടു. പറഞ്ഞു വിജയ് സാറാണ്. സാർ നമ്മൾ പറഞ്ഞു, സാർ എന്താ സാർ, ഞാൻ ഫാൻ. വിജയ് പറഞ്ഞു, ഞാൻ കിടുങ്ങിപ്പോയി. ഭാവിച്ചേട്ടൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡൂപ്പുകൾ ഇടാറുണ്ടോ? ഒന്നാമത് എനിക്കുള്ള ഡൂപ്പ് കിട്ടത്തില്ല. നായകരടി മേടിക്കത്തില്ല, റേപ്പും ചെയ്യത്തില്ല. അങ്ങനെ എൻ്റെ കൈ കൊണ്ട് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. ഇല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇനി ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും മനസ്സിൽ? എനിക്ക് എപ്പോഴും പലരും ഇങ്ങനെ പറയുന്നോണ്ടായിരിക്കും. ഫാസ്റ്റ് ബിസിനസ് സെന്റർ, യുവർ കമ്പനി ഫോർമേഷൻ എക്സ്പേർട്സ്. ഇത് ഇവിടെ എന്താണ്? ഇവിടെ ഒരു ചെറിയൊരു ഹോളിഡേ. എല്ലാവരും എത്തിയിട്ടുണ്ട്. കുടുംബം അമേരിക്കയിൽ നിന്ന് ദുബായിൽ വന്നു. അപ്പൊ ആർത്തറിന്റെ 18th ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ ദുബായിൽ അങ്ങ് കൂടിക്കളയാന്ന്. കേരളത്തിൽ പുതിയ സിനിമയുടെ ഒരു പ്രസ് മീറ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കഴിഞ്ഞ് നമ്മുടെ ലിയോയ്ക്ക് ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ അവിടെ ഒരു 2-3 ദിവസം എനിക്ക് ചെന്നൈ ഷൂട്ട് ഉണ്ടല്ലേ. ഇനി നേരെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാം. ഇനിയിപ്പോ ഒരു 1.5 മാസം ചെന്നൈയിലായിരിക്കും. അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടോ അവരുടെ കൂടെ ഞങ്ങൾ സഞ്ചരിക്കും. അതല്ലേ. അല്ല, എനിക്ക് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോ തന്നെ കേരളത്തിന്റെ ഒരു ഫീല്, പച്ചപ്പും എല്ലാം ഉണ്ട്. അത് നമുക്ക് ഭയങ്കര ബാർ കൗണ്ടർ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മള് കൊറോണ കാലത്ത് ക്ലോസ് ചെയ്ത. പിന്നെ അങ്ങോട്ട് പോകേണ്ട അറിയില്ലോ. ഇതൊക്കെ ചുമ്മാ ഒരു ഷോ ആണല്ലേ. കൊറോണ കാലത്ത് ക്ലോസ് ചെയ്തു അല്ലേ. ഞാൻ അങ്ങനെ ഒരു ഭീകര മദ്യപാനിയൊന്നും അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കൊറോണയിൽ ക്ലോസ് ചെയ്തു. അപ്പൊ അങ്ങനെ വല്ലപ്പോഴൊക്കെ വല്ലവരും വരുമ്പോൾ സെർവ് ചെയ്യാം, അത്രേ ഉള്ളൂ. രസമുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇവിടെ ഈ വില്ലയിലേക്ക് എത്തുന്നത്? അത് നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് എത്തുന്നത്. ജോർജ് എന്ന് പറഞ്ഞ സുഹൃത്താണ്. എവിടുത്തെ ജോർജ്? പുള്ളി കേരളത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്ത് ബിസിനസ്? അദ്ദേഹത്തിന് ഇന്റർനാഷണൽ പല ബിസിനസ് ഉണ്ട്. അങ്ങനെ നേരത്തെ ഉള്ള പരിചയമാണ്. നേരത്തെ സിനിമയിലൊന്നും ഇല്ല. സിനിമ പ്രൊഡ്യൂസിംഗിലേക്ക് ഒന്നുമില്ല. ഇല്ല അല്ലേ. എനിക്ക് പുള്ളിയുടെ വൈഫിന്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലേ. എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇവിടെ വരുമെന്നല്ലേ. അതാണ് ഞാനേ തേടിയെത്തും. അതെ, നമ്മൾ എങ്ങനെ പോയാലും കണ്ടുപിടിക്കും. നമുക്ക് എവിടേക്കും വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചൊക്കെ ഒരു വിവാദം ഉണ്ടാക്കി പോകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അതെ. അപ്പൊ പുതിയ വിശേഷങ്ങൾ എന്താണ്? പുതിയ വിശേഷങ്ങൾ നമ്മള് ഇപ്പം RDX ഓൾമോസ്റ്റ് കഴിയാറായി. എല്ലാ പരിപാടികളും കഴിയാറായി. പിന്നെ മദനോത്സവം റിലീസായി. നല്ല ഹിറ്റായിരുന്നു. വലിയൊരു സ്റ്റാർ എന്ന നിലയിൽ വേറൊരു രീതിയിലേക്ക് എത്തിയ ഒരു സിനിമയായിരുന്നു. അതെ, ഒരു ഡിഫറെന്റ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു. ആയിരുന്നു അല്ലേ. കോമഡി ഇങ്ങനെ പലരും ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിന്റെ ബലക്കുറവ് കൊണ്ട് ഞാനത്
ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇത് നല്ല സ്ക്രിപ്റ്റും നല്ല കോൺസെപ്റ്റും ആയതുകൊണ്ട് ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ ആ കോഴിക്കുഞ്ഞിന് പെയിന്റ് അടിച്ചത് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതെ 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 അങ്ങനെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു അല്ലേ? അതെ അതെ അല്ലേ? ഈ ജീവിതത്തിൽ പല മേഖലയിലൂടെ യാത്ര ചെയ്യുന്നു അല്ലേ? അതെ അതെ അതെ. ഈ എനിക്ക് മനസ്സിലാക്കുന്നത് ബാബുച്ചേട്ടനെ ഒത്തിരി സിനിമകൾ മലയാളത്തിൽ ചെയ്തു വെച്ച സിനിമകൾ കഴിഞ്ഞ ഞാൻ മദനോത്സവത്തിന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഫ്ലൈറ്റ് പിടിച്ചു പോയി ഇടിമേടിച്ച ചരിത്രം പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ 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 അതെ. ചെന്നൈക്ക് പോവാ, ഇത് മറ്റേ കേരളത്തിലേക്ക് വരിക, ബോംബെ പോവാ, അടുത്ത് പോയി ഫ്ലൈറ്റ് പിടിച്ചു പോയി ഇടിമേടിക്കുന്ന, ആന്ധ്രയിൽ പോവുക, അവിടെ പോയൊക്കെ ഇടിമേടിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെല്ലാം ഇടിമേടിക്കുക പോവുക. ഒരു 7 വർഷം ഞാൻ വില്ലനായിട്ട് എല്ലാ ലാംഗ്വേജിലും കാറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പോയി ഇടിമേടിക്കുക എന്നുള്ളൊരു ആ ഇടിക്കൊരു സുഖം ഉണ്ടായിരുന്നല്ലേ? അതൊരു പാർട്ട് ഓഫ് ദി ജോബ്. തീർച്ചയായിട്ടും. പക്ഷെ അവരുമായിട്ടൊക്കെ നല്ല റാപ്പാണ് ഹീറോസും ഒക്കെ ആയിട്ട്. എല്ലാവർക്കും ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരു ഹീറോ ആരായിരിക്കും? എപ്പോഴും മനസ്സിൽ ഓടിയെത്തുന്ന, പെട്ടെന്ന് ഓടിയെത്തുന്ന ഹീറോ? എല്ലാരും തന്നെ ഉണ്ട്, ഒരുപാട് ഹീറോ. എങ്കിലും പേരെടുത്ത് പറയാൻ ഒരാൾ? എല്ലാവരും ഉണ്ട്. ചിരഞ്ജീവി ഉണ്ട്, ബാലകൃഷ്ണൻ ഉണ്ട്, വെങ്കടേഷ് ഉണ്ട്, നാഗാർജുന ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, മോഹൻലാൽ ഉണ്ട്. അതുപോലെ തന്നെ തമിഴിലാണെങ്കിൽ സത്യരാജ്, രജനീകാന്ത്, കമലഹാസൻ. ഹിന്ദിയിലാണെങ്കിൽ വിനോദ് ഖന്ന, ഗോവിന്ദ. അങ്ങനെ ഒരുപാട് എല്ലാം നല്ല. ആരുടെ കൂടെയാണ് അഭിനയിക്കാത്തെന്ന് വെച്ചാൽ പേരുണ്ടാവോ? വളരെ ചുരുക്കം. അല്ല, ഇപ്പോഴത്തെ ജനറേഷന്റെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ മലയാളത്തിലെ ഹീറോസിന്റെ കൂടെ. ഈ മലയാളത്തിലെ അങ്ങനെ ഒരു ജനറേഷനും കൂടെ അഭിനയിക്കണമെന്ന് തോന്നുന്ന ആരോടാണ്? അത് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരുടെയും കൂടെ നമ്മൾ അഭിനയിക്കും. ഇപ്പം ഞാൻ ചെയ്ത പടമാണെങ്കിലും അതിനകത്ത് പെപ്പ ഉണ്ടായിരുന്നു, നീരജ് ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് ബാബുചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. ഞാനിരുന്ന പിന്നെ അവരിരിക്കത്തില്ല. അങ്ങനെ 3 പേരും ഭയങ്കര, എനിക്ക് വളരെ നല്ല പിള്ളേരായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും. ഇവരൊക്കെ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനത് ചോദിക്കാതെ ഞാനത് ചോദിക്കേണ്ടെന്ന് ഓർത്താ വിവാദം. അപ്പം ബാബുച്ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ കുഴപ്പമുണ്ടാകുന്ന ആ കുഴപ്പത്തിലേക്ക് അല്ല, ആ ചോദ്യം ഇടയ്ക്ക് ഒരെണ്ണം വന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലാത്ത ആൾക്കാരാന്ന് പറഞ്ഞു. അല്ല, അത് എന്താണ് അവിടെ സംഭവിച്ചത്? ഇല്ല, അങ്ങനെ എന്റെ അറിവിൽ അങ്ങനെ ഒരു വലിയ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കാണാം. അത് മീഡിയയിൽ വരുമ്പോൾ ഭയങ്കര ഒരു കറക്റ്റ് സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ നടക്കുമായിരുന്നു. ഞാനുള്ള സമയത്തൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവർക്ക് ഒരു ഈഗോ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ? എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒന്നും തോന്നിയില്ല. അവിടെ പ്രൊഡ്യൂസറും ഇവരൊക്കെ പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ബാബുചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സമയം എനിക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയില്ല. അതിലേക്ക് നമ്മൾ പോകുന്നു, അഭിനയിക്കുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ പോകുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ? അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും നമുക്കറിയില്ല. ഈ മലയാള സിനിമയ്ക്ക് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണെന്ന് പൊതുവെ പറയുന്നുണ്ട്. ബാബുചേട്ടന്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് ബാബുചേട്ടാ? അത് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ആരും ലഹരി ഉപയോഗിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടില്ല. പണ്ടും ഇങ്ങനത്തെ സംഭവം മദ്യം കഴിച്ചിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പല ആളുകളും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അവിടെ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ ജോലിയെ എഫക്ട് ചെയ്യുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും പലയിടത്തും ഇങ്ങനെ ജോലിയെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ശരിയാവില്ല. നമ്മൾ എന്ത് പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് നമ്മുടെ എത്രയോ പേര് 150 പേര്, അത്രയും പേര് ടെക്നീഷ്യന്മാരും ഡയറക്ടേഴ്സും എല്ലാം കൂടെ ആക്ടേഴ്സിലും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റിൽ അതൊരു ഇഷ്യൂ ആയി വരുമ്പോഴാണ് ഇതൊരു പുറത്തേക്ക് അറിയില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി സമയത്തൊന്നും അങ്ങനെ ഒരു സംഭവം എന്റെ അറിവിലില്ല. ഈ കുറെ നായികമാരുടെ ഒപ്പം അല്ലെ വില്ലൻ എന്ന നിലയിൽ കുറെ നായികമാരുണ്ടല്ലോ. അപ്പൊ ഈ നായികമാരിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഈ വില്ലത്തരങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളോട് സംസാരമുണ്ട് ചില നായികമാര്, ബാബുചേട്ടാ അല്ലെങ്കിൽ ഏത് നായികയാണ് അങ്ങനെ ഓർത്തു വെക്കാമെന്ന് ഒരു ഓർമ്മ എന്തായിരിക്കും ഒരു നായികയിൽ നിന്നുണ്ടായിരിക്കണം അനുഭവം? ഞാൻ ആദ്യമായിട്ട് കനിഹയെ കാണുമ്പോഴാണ് അങ്ങനെ ഒരു, ഞാനവിടെ ട്രിവാൻഡ്രത്തൊരു ഏഷ്യാനെറ്റിന്റെ ഞാനൊരു ഫംഗ്ഷന് വേണ്ടി വന്നപ്പോൾ ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ എൻ്റെ അരികിലോട്ട് വന്നു. അപ്പം ഹലോ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫൈൻ, താങ്ക് യു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഹൗ കം യു ആർ നോട്ട് ഇൻ പഴശ്ശിരാജ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിപ്പോൾ എൻ്റെ ഡിസിഷൻ അല്ലല്ലോ, അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ അവരല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഐ എം വെരി സോറി, ഐ കനോട്ട് റിമെമ്പർ യു, കൻ യു റിഫ്രഷ് മൈ മെമ്മറി എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറയാ, ഐ എം കനിഹ, ഹീറോയിൻ ഓഫ് പഴശ്ശിരാജ എന്ന്. ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല.
കാരണം ഒരു പടത്തിലെ ഹീറോയിൻ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ പടത്തിൽ അല്ല ഇല്ലാതെ. ഞാനത് ആലോചിക്കാതെ അപ്പൊ ഈ സിനിമയെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നു, വലിയൊരു സിനിമ വരുന്നു എന്നുള്ളൊരു സംഭവം വരുന്നുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടത്. അല്ല അത്തരം ഒരു ചരിത്ര സിനിമയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ടായിരിക്കും, വൈശാലി പോലത്തെ സിനിമയിൽ ഭാഗമായിട്ടുള്ളത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അല്ലെ? അതെ വൈശാലി സിനിമ അത്തരം ഒരു സിനിമയായിരുന്നല്ലോ. അതെ അതെ അതെ. അതില് ഒരു കഥാപാത്രം വലിയൊരു കഥാപാത്രമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത്തരം ചരിത്ര സിനിമകൾ അഭിനയിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ കരുതി വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്റ്റഡി ചെയ്യണം? നമ്മൾ ബേസിക്കലി ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒരു സംഭവമുണ്ട്. അതായത് ചരിത്ര പുരുഷന്മാർ അന്നത്തെ കാലത്ത് അവരുടെ രീതിയിലുള്ള, ഇപ്പം കുറച്ചുകൂടെ കാഷ്വലായി ബോഡി ലാംഗ്വേജ്. അന്നത്തെ രാജക്കന്മാരും ഒക്കെ അതിൻ്റെതായ ഒരു പ്രൗഢിയിലും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇതിലൊക്കെയാണ് എപ്പോഴും ആ ഒരു മാനസികാവസ്ഥ നടക്കുമ്പോൾ ആ ബോഡി ലാംഗ്വേജിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ആദ്യം ബോഡി ലാംഗ്വേജ് കൈക്കലാക്കണം. പിന്നെ ഒരു സ്ട്രക്ചർ, ബോഡിയുടെ ഒരു സ്ട്രക്ചർ, ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പം ഇപ്പോൾ ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു ശിവജി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വലിയൊരു വാരിയർ അല്ലെങ്കിൽ ഒരു രാജാവൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നമുക്കൊരു സ്ട്രക്ചർ ഉള്ളത് നല്ലതാണ്. ഒരു ഹൈറ്റും ആ ഒരു ബോഡി ഷേപ്പും ഒക്കെ ഉള്ള ഒരു നല്ലതാണ്. കാരണം ഭരതേട്ടനോട് പലരും ചോദിച്ചു, ഈ ഇത്രയും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 23 വയസ്സുള്ള ഒരാളെ ഈ രാജാവായിട്ട് 55 വയസ്സുള്ള രാജാവായിട്ട് എങ്ങനെ കാണും? അന്നേരം ഭരതേട്ടൻ പറഞ്ഞു, ഒരു രാജ്യത്തെ രാജാവെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും നല്ല യോദ്ധാവെന്നാണ് വെപ്പ്. അപ്പോൾ ആ യോദ്ധാവിൻ്റെ ഒരു ബോഡി, ഒരു വാരിയർ ബോഡി അത് ഇവനുണ്ട്, ബാക്കി ഞാൻ ജയിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നം വന്ന് ഡബിങ്ങിലാണ്. വളരെ യങ് വോയിസ് ആണ്. ഭരതേട്ടനാണെങ്കിൽ ഒറിജിനൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് മാത്രമേ എപ്പോഴും ഡബ് ചെയ്യുള്ളൂ. പക്ഷേ ഈ ഏജിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ വോയിസും കൂടെ ആയി കഴിയുമ്പോൾ ശരീരം തന്നെ യങ് ആണ്, വോയിസും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കൊരു ആ ഏജിലുള്ള ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഒരു വളരെ ഇതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് അപ്പോൾ തന്നെ എന്നെ കാണുന്നതിനൊരു 5 വർഷം മുമ്പെങ്ങാണ്ട് പുള്ളി വരച്ച സ്കെച്ച് ഞാനുമായിട്ട് പെർഫെക്റ്റ് മാച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഭരതേട്ടൻ അല്ലാണ്ട് വേറൊരാളെ ഒരു പക്ഷേ ആ വേഷം എനിക്ക് തരില്ലായിരുന്നു. ആ പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണവും പുള്ളിയുടെ ഒരു ഇമാജിനേഷനും വിഷനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഒത്തിരി ഡയറക്ടർമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിക്കാത്ത പഴയ ഡയറക്ടർമാരെ നോക്കുമ്പോൾ എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും. എന്നും ഭരതേട്ടൻ വിളിച്ച ആ ഒരു സീൻ തരുന്നത് ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ലേ? അത് കഴിഞ്ഞ് പല സിനിമയിലും നായകനായിട്ട് ചന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന സിനിമയാണ് അല്ലേ? എപ്പോഴും ഒരു സിനിമ ഏതെന്ന് ചോദിച്ചാൽ ചന്ത എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതെ അതെ അല്ലേ? ഇപ്പോഴും ഈ കൊച്ചു പിള്ളേർ വരെ, ഞാൻ ഈയിടെ എയർപോർട്ടിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പല കൗണ്ടർ ഉണ്ടല്ലോ, ഒരു കൗണ്ടർ ചെറിയ കുഞ്ഞു വോയിസ് വന്നു, ബാബു ആന്റണി ബാബു ആന്റണി എന്ന്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആൾക്കാർ ഫ്രീസായി, ആരാണ് ഈ വിളിക്കുന്നത് ഈ കുഞ്ഞു വോയിസ്? പിന്നെ അതൊക്കെ അടുത്ത കൗണ്ടറിൽ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 2 വയസ്സുകാരനാണ് ഈ വിളിക്കുന്നത് മുഴുവൻ. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു എന്താ സംഭവം, ഇവനെങ്ങനെ അച്ഛൻ പോലും ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല പടം ഇറങ്ങിയപ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവൻ ഈ നാടോടിയിലെ ഒരു കുഞ്ഞുവാവയ്ക്കുന്നല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മാസ്ക് ഒക്കെ വെച്ച്, ഇത് സ്ഥിരം കാണല ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബാബു ആന്റണി അല്ലെ ബാബുചേട്ടനെ ഇവന് ഇത്ര ആരാധന വന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പടങ്ങളൊക്കെ എപ്പോഴും ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ ചന്തയൊക്കെ എപ്പോഴും ആൾക്കാരുടെ എപ്പോഴും മനസ്സിൽ ഫ്രഷായിട്ട് നിൽക്കുന്നത് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒത്തു. അല്ല അത് ആ കാര്യങ്ങൾ ഒക്കുന്നതല്ല, ഒപ്പിക്കുകയാണ്. ഡയറക്ടർ ഒപ്പിച്ച് നമുക്ക് തരുവാണ്, നമ്മുടെ ക്യാരക്ടറെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ലോ. പിന്നെ നമ്മൾ ഫലിപ്പിച്ചു കൊടുക്കുകയെന്ന് മാത്രമാണ്. ടീം വർക്കായിരുന്നു, നല്ലൊരു ടീം വർക്കായിരുന്നു. അത്തരം ഒരു ടീം വർക്ക് ഇപ്പൊ സിനിമയിൽ കൃത്യമായിട്ട് പോകുന്നു, ഒരു ടീം വർക്കായിട്ട് പോകുന്നുണ്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? ഉണ്ടാവണം. ഞാൻ ചെയ്ത സിനിമകൾക്കൊക്കെ, ഇപ്പം പുതിയ ജനറേഷനോട് ചെയ്ത സിനിമകൾക്കൊക്കെ അവർ നമ്മുടെ സജഷൻസ് സ്വീകരിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു മരത്തിൻ്റെ മുകളിൽ കൊച്ചുണ്ണി ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് കൊച്ചുണ്ണിയാണ് വീഴുന്നത്. അപ്പം ഞാൻ ഡയറക്ടറോടൊക്കെ സജസ്റ്റ് ചെയ്ത്, ആ കൊച്ചുണ്ണി വരയ്ക്കുന്ന ഇല വീണാൽ പോരെ, അതൊരു രസമായിരിക്കുമല്ലോ. ഇല ഇലയെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പം ഗുരുവിന് മനസ്സിലാവും ഇവനിതെല്ലാം പഠിച്ചു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ മണിസാറ് പോലും വെരി ഓപ്പൺ ടു സജഷൻ, വെരി ഓപ്പൺ ടു സജഷൻ. പക്ഷെ എല്ലാവരുടെ അടുത്തും നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ? ഞാൻ കൂടുതലും കമ്മിറ്റ് ചെയ്യുന്ന സിനിമകളൊന്നും ആൾക്കാരെയൊക്കെ നോക്കി ഒന്ന് ചെയ്യുള്ളൂ. അതല്ലേ? അതായത് നമുക്കൊരു ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഒരുപാട് കടുംപിടുത്തം പിടിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാറില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് 1-2 അനുഭവങ്ങളുണ്ട്. പക്ഷെ അവരെ നമ്മൾ വിട്ടേക്ക് അത്രേ ഉള്ളൂ. പിന്നെ അവരുമായിട്ട് നമ്മൾ സഹകരിക്കാതിരിക്കുക. ഒന്ന് പറ്റിയാവത്തം 1-2 ഒക്കെ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടേക്കുക. പിന്നെ അവരുമായിട്ട് സഹകരിച്ചിട്ടില്ല. ആ ഏരിയക്ക് പോകില്ല അല്ലേ? അത് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഇതൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും സിനിമയിലേക്ക്. നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഇല്ലേ.
നമുക്കത് ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് സിനിമയ്ക്ക് അത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും അത് അവർക്കും തോന്നുന്നു നല്ലതാണെന്ന്. വാശി പിടിക്കാറുണ്ടോ ലൊക്കേഷനിൽ എനിക്ക് ഇന്നത് വേണം? ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ പറയും അന്നൊന്നും ഞാൻ പറയും ഇത് നല്ല തുടക്കത്തിൽ നമ്മൾ പറയും. തുടക്കത്തിൽ പറയും ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും. അത് വേണ്ടെന്ന് വേണ്ട, അത്രേ ഉള്ളൂ. നമ്മളത് വേണം എന്നൊക്കെ പറയും. പക്ഷെ ചിലരുടെ ഇരിക്കും, ചില മണ്ടന്മാരുണ്ട് ഡയറക്ടേഴ്സ്, അവരുടെ ഇരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് പോയി, അപ്പം നമ്മുടെ കൂടെ ഒരു ഇമാജിനെ ബാധിക്കും എന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഗ്രേറ്റ് എസ്കേപ്പ്. അത് ഒരുപാട് വാട്ടിയും പെട്ടി ഉണ്ടാക്കിയാണ് ഒരുവിധ പടം നന്നാക്കിയെടുത്തത്. എന്നിട്ടും അവൻ സെൽഫ് പ്രൊമോഷന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഡയറക്ടർ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഡയറക്ടറുടെ പേര് പറഞ്ഞ വീട്ടുകാർ റിപ്പോർട്ട് അല്ല റെക്കോർഡിംഗ് ആയോ? എനിക്ക് ആ പേര് കിട്ടിയില്ല. സാരല്ല, പേര് വേണ്ട. അല്ല ഞാൻ ഒന്നും കൂടെ അല്ല അത് ആ സിനിമയ്ക്ക് ഒരു പരാജയം ഉണ്ടായ ആ സിനിമ ആക്ച്വലി എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൂപ്പർ ഫ്ലോപ്പായിരുന്നു. ആ പടം 3-4 തിയേറ്ററിൽ 2-3 ഷോ ആയിരുന്നു. ആൾക്കാർക്ക് കാണാൻ ഷോ ഇല്ല. അതൊരു വാശിയായതാണ് അല്ലേ? ഒരു വാശിയുടെ പുറത്തിൽ അദ്ദേഹം ഇറക്കുന്നു, അദ്ദേഹം തന്നെ സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നു. അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നൊരു പടമായിരുന്നു. പിന്നെ ഞാനത് ആദ്യം ഒരു ആക്ച്വലി 2 ദിവസത്തെ ഡേറ്റിന് എൻ്റെ എനിക്ക് വന്നത്. അപ്പോൾ US-ലുള്ള കുറേ പ്രൊഡ്യൂസേഴ്സ്, അപ്പോൾ അവരുമായിട്ട് എനിക്ക് അറിയാമായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇത് കുറച്ചുകൂടെ ദിവസങ്ങളും തരണം, അത് അല്ലെങ്കിൽ ബിസിനസ് ആകത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഡേറ്റ്സ് കൂട്ടി, അപ്പം കുറേ സീനുകൾ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കി, ആ ഒരു ഫ്ലഷാക്കി. മറ്റൊന്നുമില്ലായിരുന്നു. ഇയാൾ അവിടെ എവിടെയും പോയി ഫൈറ്റ് ചെയ്യുന്നു, കുറേ 3 ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഇത്രേ ഉള്ളായിരുന്നു ബേസിക്കലി. ബാക്കിയെല്ലാം ഞാൻ ഫ്ലഷ് ഉണ്ടാക്കി. അപ്പോൾ ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഡ്യൂസർ ചോദിച്ചു, ചേട്ടാ പിന്നെ ആർത്തറിനെ കൂടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ആർത്തറിനെ ഞാനൊരു നല്ല രീതിയിലൊരു മണിരത്നം അല്ലെങ്കിൽ ലോകേഷ് അവരുമായിട്ടൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംഭവമാണ് ചേട്ടാ ഒന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം അവനവിടെ ഹ്യൂസ്റ്റണിൽ തന്നെയാണ് ഷൂട്ടിങ്, ആഴ്ചയിൽ വീക്കെൻഡിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് എപ്പോഴും, ആളെ ആർദ്രാക്കി, മകനായിട്ട് ആർദ്രാക്കി. അപ്പം അവൻ്റെ ഉള്ള സീൻസ് ആദ്യം ഞാൻ 2 സീനേ എഴുതിയുള്ളൂ, വെറുതെ അവനെ ബോധയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ സീനുകൾ അത്യാവശ്യമുള്ള മാത്രം ക്രിസ്പായിട്ട് എഴുതി. അങ്ങനെയും അതിനകത്ത് ഒരു ഇയാളുടെ എൻ്റെ മകനെ ഒരു റൈവൽ ഗാങ് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു മകനോ മകളോ ഒരു 11 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പം പയ്യനോ മോളെ അവരിങ്ങനെ പലയിടത്തും അന്വേഷിച്ചിട്ട് അവസാനം എന്നോട് ചോദിച്ചു, അലക്സിനെ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. ചേട്ടാ അതൊരു രസമായിരിക്കും പുള്ളിയുടെ ഉണ്ടെങ്കിൽ. പുള്ളി മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്, 2 പേരും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഒരു ഫാം സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഞാൻ എഴുതിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വൈഫ് വേണം. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരാളുള്ളപ്പോൾ ഒരു സീനല്ലേ ഉള്ളൂ, അങ്ങനെ പുള്ളി ഇതിനകത്ത് വന്നു. അങ്ങനെ ഒന്ന് എന്ത് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ഒരു ഈഗോ വർക്ക് ചെയ്ത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേന് കുറേയൊക്കെ എക്സ്ട്രാ സീൻസൊക്കെ അവനെ ആഡ് ചെയ്ത് ഫൈറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓൾ ടുഗദർ ഫിലിം ഈസ് നൈസ്. അല്ല അതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചാൽ മോനെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഇപ്പൊ ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ടോ മോനെ? ഇല്ല, അതൊരു എക്സ്പീരിയൻസ് അല്ല, എക്സ്പീരിയൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ മോനെ ഒരു എൻട്രി ചെയ്യുമ്പോൾ വേണമെന്നുള്ള അങ്ങനെ ഉണ്ട്. അതിപ്പം വരും, അതിപ്പം വേറെ നല്ല ഫിലിംസ് ഒരുപാട് ഓഫർ പുള്ളിക്ക് ഉണ്ട് ഓൾറെഡി. പക്ഷെ ഈ സ്കൂളിന്റെ സമയവും വെക്കേഷനായിട്ട് പറയുന്ന ഒരു സാധനമാണ്, അങ്ങനെ ഒത്തു വരാറില്ല. അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ പച്ച ഭാഷയിൽ പറഞ്ഞ ഇരിക്കുന്ന മുമ്പ് തൊപ്പി വെച്ചിരുന്ന ഡയറക്റ്റ് ആയിരിക്കും, അതാണ് അഹങ്കാരം, ഈഗോ. അതെ, ലീഡ് കാരണം ആ പടം ഇങ്ങനെ കുറെ, അതും ഒരു പ്രസന്റബിൾ പേഴ്സണാലിറ്റി ഒക്കെയാണ് കുഴപ്പമില്ലായിരുന്നു അഭിനയിക്കുമ്പോഴേ. ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഭിനയിക്കാമെന്ന് തോന്നും, പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. അഭിനയം പാഠം എന്നും പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ, തീരുന്നില്ലല്ലോ. നമ്മൾ ഓരോ സിനിമയ്ക്കും നമ്മൾ പാഠം വീണ്ടും ഉൾക്കൊണ്ട് പഠിക്കണം. അഭിനയം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലോ. അപ്പൊ അത്തരമൊരു ആ കൂട്ടായ്മയിൽ ഉണ്ടായ സിനിമയ്ക്ക് അത്തരം സംഭവിച്ചെങ്കിൽ ആ ഡയറക്ടറിന്റെ കയ്യിലിരിപ്പ് മാത്രം. ഞങ്ങളൊക്കെ വളരെ കോപ്പറേറ്റീവായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവസാനം പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബന്ധപ്പെടിച്ച് ഒരുപാട് മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെയാണ് ഒരുവിധം റിവ്യൂവബിൾ ആയിട്ട് മാറിയത് സിനിമ. അതെ. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അത് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അതായത് സമയം ഒരു വലിയ ഫാക്ടറാണ്. നമുക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 6 മാസം അതിൻ്റെ പുറകെ നിൽക്കണം നമ്മൾ എല്ലാം കൊണ്ടും. ഷൂട്ടിംഗ് 1 മാസം അല്ലെങ്കിൽ 40 ദിവസം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റെ ബാക്കി ചുറ്റുവട്ടങ്ങളൊക്കെ മറ്റു സിനിമയ്ക്കൊന്നും പോകാൻ കഴിയില്ല. ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കപ്പിത്താനാണ്, അദ്ദേഹത്തിനുള്ള ടെൻഷൻ വേറെയാണ്. മറ്റേ അഭിനയിക്കുക, പൈസ മേടിക്കുക, പോവാ. അതന്നെയല്ല, നമുക്കിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ 4 സിനിമ ചെയ്തു. ആ ഒരു ഫ്രീഡം നമുക്ക് ഡയറക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ കിട്ടില്ല.
ഇങ്ങനെ ഒന്നും ദുബായിലും ഇരിക്കാൻ പറ്റില്ല. അതെ അതെ വീട്ടില്ല. അതെ എനിക്ക് ദുബായിലൊന്നും പിടിക്കാനും പറ്റില്ല. അതെ അതെ മറ്റേ ഡയറക്ഷനാകുമ്പോൾ ഫോണും എടുക്കാൻ പറ്റില്ല, കുറേ ടെൻഷൻ ഇങ്ങനെ നടക്കുമായിരിക്കും. അതെ അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തായാലും ബാബുച്ചേട്ടൻ അഭിനയിച്ചു വെച്ച സിനിമകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. തമിഴിലാണെങ്കിലും എല്ലാ ഭാഷയിലും അഭിനയിച്ച ഒരു വ്യക്തിയാണ് അല്ലേ. മലയാള സിനിമയിൽ നിന്നും കുറെ നാളത്തേക്ക് മാറിയിരുന്നു, അത് അമേരിക്കയിൽ ആയിരുന്നു എന്നുള്ള നിലയിലാണ് മാറുന്നത്. പിന്നീടുള്ള തിരിച്ചുവരവ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു തിരിച്ചു വരാമെന്ന്. പിന്നെ ഒരു ഫുള്ളി ഇതൊരു ഫുൾ ഓൺ എന്നുള്ള രീതിയിലാണ്. കാരണം പിള്ളേരൊക്കെ സെറ്റിലായി വളർന്നു, ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവര് അമേരിക്കയിൽ തന്നെ തിരിച്ചു പോകുന്നു, വാച്ചോൺ കേരളത്തിൽ നിന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് പോയി വരാമല്ലോ. അല്ല, നിലവിൽ അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ദിവസമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഈ അടങ്ങാമൊരു കായംകുളം കൊച്ചിനെയൊക്കെ ചെയ്ത സമയത്ത് രാത്രി 3 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് രാത്രി വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പല ദിവസങ്ങളും വന്നിട്ടുണ്ട്. തിരുവല്ല മാർക്കറ്റിൽ പോകണമല്ലോ. അതെ അതെ. ഇപ്പം ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ലല്ലോ, ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പൈസയും വേണമല്ലോ. അപ്പം ഇപ്പോഴത്തെ പ്രോജക്റ്റുകളൊക്കെ വലിയ പ്രോജക്റ്റുകളാണ്. സോ അന്ന് കിട്ടുന്ന ശമ്പളത്തിൽ എത്ര തുക വർദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ? കണക്ക് പറയണ്ട, ഇനിയിപ്പം GST ഒന്നും ചെക്ക് ചെയ്യാമെന്ന് എനിക്ക് പറയണ്ട, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. എത്ര ശതമാനമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവുന്ന ചോദിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ കിടക്കാതിരിക്കുകയല്ലേ നല്ലത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഏറ്റവും വലിയ വിഷയം തുല്യവേതനം എന്ന് പറയുന്നത് തുല്യവേതനമാണല്ലോ. ഇപ്പം ഒരു നായകനും ഒരു നായികയ്ക്കും അവരുടെ ശമ്പളത്തിൽ സാലറി തുല്യവേതനമാക്കുന്ന വേണമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അതെങ്ങനെയായിരിക്കും ഒരേ കാറ്റഗറിയിൽ ശമ്പളം കൊടുക്കുക? അത് എനിക്ക് തോന്നുന്നില്ല അത്ര പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം. കാരണം ഇത് ഓരോ ആക്ടേഴ്സിൻ്റെയും, പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഇതൊരു കലയാണല്ലോ. മറ്റൊരു രീതിയിലുള്ള സംഭവമാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജോലിയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, ഏതെങ്കിലും അവരുടെയൊക്കെ ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ടോട്ടൽ ലോകത്തിൽ ഇവരൊക്കെ എത്രയൊക്കെയാണ് മേടിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു മാർക്കറ്റ് വേരീസ്. അതെനിക്ക് തോന്നുന്നില്ല അത് തുല്യവേതനം എന്നുള്ളൊരു സംഭവം പ്രാക്ടിക്കൽ ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മമ്മൂക്കയോടൊപ്പം എനിക്ക് വേതനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? ഒരിക്കലും നടക്കില്ല. ഒരിക്കലും ശരിയാവില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, നടക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് ഈ പറയുന്ന ഒരു ഹോട്ടലിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിലാണെങ്കിലും അത്തരമൊരു തിരിച്ചു വ്യത്യാസം ഉണ്ടാകാറുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. എല്ലാം നല്ല രീതിയിലാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസേഴ്സൊക്കെ എല്ലാവരും. പിന്നെ കുറേയൊക്കെ ഉണ്ടാവും. ഇപ്പം ഓരോ ആർട്ടിസ്റ്റിനും അവരുടെ ആ ഒരു ഹീറോ, സപ്പോർട്ടിങ് ആക്ടർ, അങ്ങനെയുള്ള സപ്പോർട്ടിങ് ഹീറോ ആക്ടർ മിക്കവാറും ഒക്കെ എല്ലാം സെയിം ആയിരിക്കും ഓൾമോസ്റ്റ്. പണ്ട് എത്ര വണ്ടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്? വണ്ടിച്ചൊക്കെ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. സുഖേട്ടൻ എപ്പോഴും പറയാം, പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി വേടാ നീ ഒരു ചെക്ക് മേടിക്കാൻ, എൻ്റെ പുറകെ ഒരു സംഭവം എഴുതി മേടിക്കണമെന്ന് പറഞ്ഞു. അത് എഴുതി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതിനെന്തോ ശക്തമായ ഇതുണ്ട്, അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും നോക്കാറില്ല. പണ്ട് പിന്നെ അങ്ങനെ ഒരു ചെക്ക് പോയി എന്ന് വിചാരിച്ചിട്ടുള്ള അതിൻ്റെ കേസിന് പുറകെ പോകാനൊന്നും മെനക്കെട്ടിട്ടില്ല. വളർന്നു വരുന്ന സമയമാണല്ലോ, പോട്ടെ നിൽക്കും. അങ്ങനെ ഒത്തിരി പിന്നെ അത് ആദ്യം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, കോംപ്രമൈസ് ഉണ്ടാവും. ഇപ്പൊ അത്തരം പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒത്തിരി ഇതായി, ട്രാൻസ്പെറൻ്റ് ആയി കാര്യങ്ങളൊക്കെ. ഇപ്പം സ്ട്രേറ്റ് അക്കൗണ്ടിലേക്ക് പൈസ വരിക. പിന്നെ നല്ല ഒരു പണ്ടത്തെ സിനിമയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ആ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. വളരെ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലിസവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞപ്പോൾ ക്യാരവാൻ്റെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അന്നൊന്നും ആ ക്യാരവാൻ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു മരച്ചോട്ടിൽ ഒരുമിച്ചിരിക്കുക, നമ്മൾ രസകരമായിട്ട് സംസാരിക്കുക, ഷൂട്ടിംഗ് എടുത്ത് സംസാരിക്കുക, മറ്റു കാര്യങ്ങൾ പറയുക, അടുത്ത സീനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തീരുമാനിക്കുക. ഈ ഒരു ക്യാരവാൻ വന്നതോടും അതോടൊപ്പം മൊബൈലിൻ്റെ ഒരു വളർച്ച അല്ലേ. മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിനായിരിക്കും നമ്മൾ എപ്പോഴും ഇരിക്കുക, ഒന്നും അങ്ങോട്ടും കൂടി നോക്കുന്നുണ്ടാവില്ല. അത് സിനിമയെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാരവാൻ നമുക്ക് വേണം, ഒരു പ്രവേഴ്സിയാണ്, കാരണം അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ആളുകൾ നമുക്ക് ടോയ്ലറ്റിൽ പോകണം, ഇതൊക്കെ സത്യമാണ്. പക്ഷെ അത് സിനിമയെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് ഭാവിച്ചിട്ടും ചിന്തിച്ചിട്ടുണ്ടോ? സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നെസസറി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. കാരണം എസ്പെഷ്യലി സെൽഫോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പണ്ടൊക്കെ മരച്ചോട്ടിൽ നിന്നൊരു തുണി മാറിയാലും അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയാലും ആരും ഫോട്ടോ എടുക്കാൻ, ഇതിപ്പോൾ എല്ലാവരുടെയും സെൽഫോണുണ്ട്. ആദ്യം ആലോചിക്കുക, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കുക, അത് സോഷ്യൽ മീഡിയയിൽ വരിക. പണ്ട് ഇതൊന്നും ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ഇല്ല, സെൽഫോണില്ല. ഇപ്പോൾ എന്ത് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി അത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്ത് ലൈക്ക് അടിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്യാരവാൻ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ്, സിനിമയുടെ എക്സ്പെൻസ് കൂടി. പക്ഷേ സിനിമയുടെ എക്സ്പെൻസ് ടോട്ടലി കൂടിയിട്ടുണ്ട്, എല്ലാത്തരം കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്യാരവാൻ ഈസ് എ മസ്റ്റ്.
ഒരു വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല, കാരണം കംപ്ലീറ്റ് ആൾക്കാർ ഔട്ട്ഡോറല്ലേ ഷൂട്ടിങ്. പിന്നെ പണ്ടൊക്കെ ഒത്തിരി സ്റ്റുഡിയോയിൽ ഷൂട്ടിങ് നടക്കുമായിരുന്നു. അപ്പം ക്യാരവൻ്റെ പ്രസക്തി ഇല്ല അവിടെ. ഇൻഡോർ ആയിരുന്നു ഒരുപാട് ഷൂട്ടിങ്. ഇന്ന് മുഴുവൻ ഔട്ട്ഡോർ അല്ലേ. അപ്പം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒരു സ്ഥലം ഉണ്ടാകാതെ വരിക, നല്ല പ്രൈവസി ഇല്ലാതെ വരിക. ബേസിക്കലി ഈ സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് ആയതിക്ക് എനി സെക്കൻഡ് ഇറ്റ് വിൽ ബി അപ്ലോഡഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതിനകത്ത് നമ്മൾ മോശം കമന്റുകളൊക്കെ വരാറില്ലേ? മോശം കമൻറ്റുകൾ എനിക്ക് വളരെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഇല്ലാന്ന് തന്നെ താങ്കളുടെ പറയാം. പേജിൽ കയറുമ്പോൾ അത്ര മോശം കമന്റുകളൊന്നും വരുന്നില്ല. വരുന്നില്ല. ഇത് ഇത്തവണ എന്തായാലും ഉണ്ടായിക്കോളും. നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നും ഉണ്ടാകാറുണ്ടല്ലോ. അതെ അതെ. മധുരോത്സവം ആണെങ്കിലും ഉണ്ടല്ലോ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. നമ്മൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും സാധനം കിട്ടുമല്ലോ. ബാബുചേട്ടനെ ഒന്ന് കൊടുക്കാൻ നോക്കിയെന്നായിരിക്കും പറയണം. ബാബുചേട്ടൻ അതിന് ഒഴിവായി എന്ന് പറയും. ഈ സോഷ്യൽ മീഡിയയിലെ ഒരു കടന്നുകയറ്റം സിനിമാ മേഖലയ്ക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായിരിക്കുന്നത്? അതിന്റെ പ്രൊഫഷണലായിട്ടുള്ളൊരു ഒരു സംഭവം ഗുണം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു 98% ഗുണവും ഒരു 2% ദോഷവും ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയ വഴി പബ്ലിഷൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് സിനിമ. പണ്ട് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് പോയി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാവരുടെയും സെൽഫോണിൽ സാധനം പെട്ടെന്ന് അങ്ങ് എത്തുകയാണ് ഇതിൻ്റെ പബ്ലിസിറ്റി. അപ്പം ആ വഴിക്കൊക്കെ ഒരുപാട് നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ഇൻഫ്ലുവൻസേഴ്സ് അവരും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചാനൽസ്, പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ദർ ആർ പീപ്പിൾ വിത്ത് ക്രേസി മൈൻഡ്. അതെ അതെ. അവരവരുടെ സ്വഭാവം കാണിക്കാതിരിക്കില്ല, അവരത് കാണിക്കും. അത് കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടല്ലോ ഇപ്പം. കാരണം അപ്ലോഡ് ചെയ്ത് വിട്ടാൽ മതിയല്ലോ. അത് കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന ആളുകൾ ഉണ്ടാകാം. സിനിമയ്ക്ക് വളരെ മോശമായിട്ട് പറയുന്നു. അവരുടെ ഒരു കാഴ്ചയാണ് സിനിമ, അവരുടെ വ്യൂ ആണ് സിനിമ. അവർക്ക് എനിക്കിപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷെ അത് പബ്ലിക്കായിട്ട് ബാബുചേട്ടൻ അഭിനയിച്ച സീൻ ഇത് കൊള്ളില്ല, ബാബു ആന്റണി അന്ന് ചെയ്ത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ബാബു ആന്റണിക്ക് ഒരു മാറ്റമില്ല, അങ്ങനെ ഒരാൾ ടാർഗറ്റ് ചെയ്യുന്നത് പറയുന്ന ആളുകളെ കുറിച്ച് എന്താണ്? അങ്ങനെ എന്നെ ഇതുവരെ ആരും ഞാൻ ഉദാഹരണം പറഞ്ഞു. അല്ല നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ ഇവര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാനദണ്ഡം ഇല്ലല്ലോ. ഇപ്പം ഒരാൾ തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയുക എന്നുള്ളതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഓപ്പണാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആർക്കും ഒരു കൺട്രോളും പറ്റത്തില്ല. എന്തെങ്കിലും അതുപോലെ അങ്ങനെയുള്ള കമൻറ്റ് വന്നാൽ മാത്രമേ ചിലപ്പോഴും അവർക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അങ്ങ് അവരുടെ അഭിപ്രായം അങ്ങ് വിളിച്ച് പറയാമെന്നുള്ളതല്ലാണ്ട് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ബോധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് ധാരണ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ പറയുന്നത്. അവരൊരു പേജ് ഉണ്ടാക്കുന്നു, ആ പേജിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ സിനിമയാണ് ഏറ്റവും ബെസ്റ്റ് ക്യാച്ച്, അല്ലെങ്കിൽ ഒരു ആക്ടറാണ് ഏറ്റവും വലിയ ക്യാച്ച്, അവരെക്കുറിച്ച് അങ്ങ് പറയുന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പോയി അത് ക്യൂരിയോസിറ്റി ഉണ്ട്, അവർ കാണുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ വേൾഡ്. ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. പക്ഷേ ഇത്തരം ഒരു നിയമങ്ങൾ കേരളത്തിൽ ഉണ്ടെങ്കിലും, സൈബർ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത്രമാത്രം പ്രസക്തമല്ല. പക്ഷേ ഇപ്പം ദുബായിലൊക്കെ ഞാൻ വന്ന് കുറേ ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഇവിടുത്തെ നിയമങ്ങൾ വലുതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരാളെ നമ്മൾ കളിയാക്കുകയോ അവർക്ക് ഹെർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടെങ്കിൽ കേസെടുത്തതിൽ വലിയ രീതിക്ക് ഗുരുതരമായ ഒരു കുറ്റമായി കാണുന്നു എന്നാണ് അല്ലേ? അത്തരം ഒരു നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നിയമത്തിന് ഒരു വലിയ പ്രാധാന്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതുപോലുള്ള ഒരു. അമേരിക്കയിൽ എങ്ങനെയാണ്? അമേരിക്കയിലൊന്നും അങ്ങനെ ഒന്നും നടക്കില്ല. കാരണം അവിടെ അവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, കാരണം ഓരോ വ്യക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും അമേരിക്ക വളരെ ഫ്രീ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അമേരിക്ക ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ആ സ്ട്രിക്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇഫ് യു ബ്രേക്ക് ദ ലോ യു വിൽ ബി ഇൻ ബിഗ് ട്രബിൾ. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണം, ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്നതും അതുപോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മിനിമം 7 years ഒക്കെ ആയിരിക്കും അകത്ത് പോകുന്നത്. അപ്പം നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുമ്പോൾ അതിനകത്തൊരു ക്ലോസ് ഉണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത്. അതായത് ഞാൻ സൈൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം നമ്മൾ വണ്ടി ഓടിക്കുമ്പം നമ്മുടെ ഉള്ളിൽ 8% മുകളിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഫാമിലി ആണെങ്കിൽ പോലും അറ്റംപ്റ്റ് മർഡർ ചാർജ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. അതുപോലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ അവർ ബോധർ ചെയ്യത്തില്ല. പോകുന്ന വഴിക്ക് പാസ്പോർട്ട് ചോദിക്കുക, അവിടെ പോകുന്നു, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ഒരു ഓഫീസർ മുന്നോട്ട് വന്നാൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഹൗ ആർ യു ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ് പോകത്തേ ഉള്ളൂ. പക്ഷേ ബ്രേക്ക് ദ ലോ യു വിൽ സീ. അത്തരം നിയമങ്ങൾ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഭയം ഉണ്ടാവും.
തീർച്ചയായും നമ്മൾ ആ രീതിക്കുള്ള യാത്ര, നമ്മൾ യാത്രയ്ക്കും ഒരു സാഫല്യം ഉണ്ടായുള്ള ഒരു യാത്രയായിരിക്കും. ഈ സംഭവിക്കുന്നില്ല, വണ്ടിക്കകത്ത് ഓപ്പൺ ബോട്ടിൽ കൊണ്ടു നടക്കാൻ പാടില്ല, ആൽക്കഹോളൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ പാടില്ല. ഷുഡ് ബി സീൽഡ് ആൻഡ് ക്ലോസ്. അമേരിക്കയിൽ നേരത്തെ ഇപ്പൊ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇല്ലീഗൽ ദേർ. അല്ല, നേരത്തെ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ അമേരിക്കയിൽ എന്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ ഇൻ അമേരിക്ക. പക്ഷെ ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യും. നോബഡി ബോദേഴ്സ് ചെയ്യും. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയ ബെസ്റ്റ് രാജ്യമാണ്. അതല്ലേ, ഒരു കുഴപ്പമില്ല. ഈ കേരളത്തിൽ ജീവിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അമേരിക്ക ജീവിക്കുന്നതാണോ ഇഷ്ടം? എന്നും സ്വന്തം നാടായിരിക്കും ഇഷ്ടം എന്നുള്ള കാര്യം നമ്മൾ ടേക്ക് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്. അപ്പോൾ കേരളത്തിൻ്റെ അതിൻ്റെതായ ഒരുപാട് നല്ല കാര്യങ്ങൾ അമേരിക്കയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ടേക്ക് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്. അങ്ങനെയുള്ളൂ. കേരളം ഓഫ് കോഴ്സ് നമ്മുടെ പിറന്ന ജന്മനാടാണ്. അപ്പോൾ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഉണ്ടാവും, അതൊരിക്കലും മാറില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ വീണ്ടും മലയാളത്തിലേക്ക് ഇങ്ങനെ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ തിരിച്ചു വരാൻ പറ്റുന്നത്. അതെ, പ്രേക്ഷകർ നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ എത്ര പേര് വന്ന വഴി അമേരിക്ക പോയി സെറ്റിൽ ആയപ്പോൾ പിന്നെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. സിനിമയിൽ അഭിനയിക്കാൻ വരാതിരിക്കാം, സിനിമയിലൊന്നും അവരുണ്ടായിട്ടില്ല. നമ്മൾ അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ തമിഴിലൊക്കെ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചില്ല, വിജയുടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എന്തായിരിക്കും? ഇപ്പം രജനീകാന്തിനോട് അഭിനയിച്ചു, എത്രയോ പേരോട് അഭിനയിച്ചു, ഒരു ഓർമ്മ എന്തായിരിക്കും പങ്കുവയ്ക്കാനുള്ളത്? രസകരമായ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. രജനീകാന്തിനോട് അഭിനയിക്കുമ്പോൾ ഞാനൊരു ഫൈറ്റ് സീക്വൻസ് ചെയ്തതാണ്. അപ്പോൾ അത് പുള്ളി ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നാ മച്ചാ, എന്നാ ടൈമിങ്, സൂപ്പർ ടൈമിങ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര ഒരു അപ്രിസിയേഷൻ. അതുപോലെ തന്നെ ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ബാംഗ്ലൂരായിരുന്നു താമസിക്കുന്നത്. ഒരു വിൻസ്റ്റർ കാസിൽ ഇങ്ങനെ ഒരു കോർണറിൽ നിൽക്കുകയാണ്. അപ്പം രജനീകാന്ത് അവിടെ അതൊരു ഇംഗ്ലീഷ് പടം ബ്ലഡ് സ്റ്റോണോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ കോറിഡോറിൽ കടന്നുപോയി. ഞാൻ വിചാരിച്ചു പുള്ളി തിരക്കല്ലേ പൊക്കോട്ടെ എന്ന്. പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നാ മച്ചാ എപ്പിടി ഇരിക്കുക. അത്ര സിമ്പിളാണ് പുള്ളി. കമലഹാസനൊക്കെ ആണെങ്കിലും ഭയങ്കര, ഞാൻ പടം ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പെരുമാറ്റം. വിജയാണേലും ഞാൻ ചെന്നപ്പോൾ പുള്ളി എന്തോ ഇത് കേട്ടോണ്ടിരിക്കുക, ഈ എന്തോ ചെടി കണ്ടോണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഭയങ്കര ഫോക്കസ്ഡാണ്, പുള്ളി ഭയങ്കര ക്വയറ്റാണ്. ആദ്യം ആളോട് സംസാരിക്കാറില്ല, വെരി ക്വയറ്റ് പ്രൊഫഷണലാണ്, ഹൈലി പ്രൊഫഷണലാണ്. അപ്പോൾ ഞാൻ മാറി ഇങ്ങനെ കാശ്മീരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കാശ്മീരായിരുന്നു ഷൂട്ടിങ്. നല്ല മനോഹരമായ മലകളും മഞ്ഞ് മലകളും. പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ തൊട്ടു. വിജയ് സാറാണ്. സാർ നമസ്കാരം, ഞാൻ പാക്കല്ലേ, സോറി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് നോ പ്രോബ്ലം സാർ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പിടി ഇരിക്കാൻ എപ്പോൾ വന്നത്? ഞാൻ പറഞ്ഞു സോൾ വന്നു സാർ. എൻ്റെ പൂരി വാസലിലെ സൂര്യൻ കാക്കമുട്ടൈ വിണ്ണை താണ്ടി വരുവായ അതിലാ വേണ്ടിയ என்ன സാർ? അപ്പം ഞാൻ ചോദിച്ചു സാർ നിങ്ങൾ ഇതെല്ലാം പാത്തിരിക്കും. നമ്മൾ പറഞ്ഞു സാർ என்ன സാർ, ഞാൻ ഉങ്ക ഫാൻ. വിജയ് പറഞ്ഞു ഞാൻ കിടുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഈയിടെ കാർത്തി പറഞ്ഞു ഒരു പ്രസ് കോൺഫറൻസിൽ ഇങ്ങനെ പറഞ്ഞു, പൊന്നിയിൻ സെൽവൻ്റെ அந்த பாபு ஆனி சாரை பார்த்தா இப்பவும் பயமாக இருக்கு, പൂഴിവാസലിനെ பார்த்து ഭയന്നിട്ടാണ്. എന്താ ഒരു അങ്ങനെ ഒരു വലിയൊരു നല്ലൊരു എല്ലാവർക്കും വലിയൊരു സ്നേഹമുണ്ട്. അതൊരു വലിയൊരു കാര്യമല്ല അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ചെയ്ത പടങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ പറയുന്ന പോലെ നമ്മൾ മലയാള സിനിമയുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പോയില്ല, പെപ്പയും നീരജും ഷൈനും ഒക്കെ എൻ്റെ പുറയെന്ന് പറഞ്ഞില്ലായിരുന്നു, അതുപോലെ സ്നേഹമായിരുന്നു. അത് കിട്ടുന്ന ഒരു അവാർഡിന് തുല്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മളോട് എന്നെ അവരുടെ ക്യാരവനിലേക്ക് വിളിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, എല്ലാം. അതുപോലെ തന്നെ ലാലാണ് ഓഫ് കോഴ്സ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. സിദ്ദിഖ് ലാലിൻ്റെ പാച്ചിക്കയുടെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച്, പുള്ളി അസോസിയേറ്റ് ഡയറക്ടറും ഞാൻ ആക്ടറുമായിട്ട്, സിദ്ദിഖ് ലാൽ അസോസിയേറ്റ്, ഞാൻ ആക്ടർ, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒത്തിരി ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് നമ്മളെപ്പോഴും വെളിയും നിലവിളിയൊന്നുമില്ല. അവരെപ്പോഴും ഫോൺ വിളിക്കുമോ, ഇപ്പോൾ തന്നെ എത്ര നേരം എൻ്റെ ഫോൺ അടിച്ചിട്ടില്ല, അങ്ങനെയുള്ള പരിപാടിയൊന്നും. പക്ഷേ ആ സ്നേഹം മനസ്സിലാവുന്ന സ്നേഹം സൂക്ഷിക്കും, അതൊരു ബോധർ ചെയ്യാറില്ല. നമ്മളിങ്ങനെ ഇപ്പം മമ്മൂക്കായാലും പോയിട്ട് മമ്മൂക്കാട് പറയാം, എനിക്കൊരു പടം വേണം, അല്ലെ ലാല എനിക്കൊരു പടം വേണം എന്ന് എനിക്ക് പറയാം, രജനീകാന്തിനോട് പറയാം. പക്ഷേ അങ്ങനെ ബോധർ ചോദിക്കാറില്ല. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. തുടക്കകാലത്ത് ഈയിടെ ഞാൻ മമ്മൂക്കായെ കണ്ടാൽ പറഞ്ഞു, മമ്മൂക്ക നമ്മൾ പടം ചെയ്തിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞു. അപ്പം ബസൂക്ക ഇപ്പം ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്, 2 ദിവസം 4 ദിവസത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് 4 ദിവസം ചെയ്തു അല്ലേ? ഒരു ദിവസം ചെയ്തു, ഇനി ഒരു 3 ദിവസത്തെ വർക്കുണ്ട്. 3-4 ദിവസത്തുണ്ട്. ഇപ്പം തമിഴ് സിനിമകൾ ധാരാളം വീണ്ടും വന്നു തുടങ്ങി അല്ലേ? ഇനിയിപ്പോൾ ഏതൊക്കെ സിനിമകളാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന RDX ആണ്. പിന്നെ ഇപ്പം അവർ സംസാരിച്ചിരിക്കുന്ന രജനീകാന്തിൻ്റെ അടുത്ത ലോകേഷ് പടം, അത് പിന്നെ അൻപറിവ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം, അങ്ങനെ പിന്നെ വേറെ 2-3 പടങ്ങൾ ഇങ്ങനെ ഓഫർ നിൽപ്പുണ്ട്. ഈ നമ്മുടെ ഈ ഹൈറ്റ് സിനിമയ്ക്ക് വരുമ്പോൾ ഒത്തിരി ഗുണം ചെയ്യുകയാണ് ചെയ്തത്,
ചില സിനിമകളിൽ നിന്ന് ഈ ഹൈറ്റ് കാരണം മാറേണ്ടതായി വന്നിട്ടുണ്ട്? അപ്പം ഈ സിനിമ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമുക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോഴാണ്. അപ്പം അല്ലാത്ത ചില സ്ഥലങ്ങളിൽ അവർക്ക് പറയും ഭയങ്കര ഹൈറ്റാന്നൊക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ മാറ്റി നിർത്തിയ അവസരങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് 95% ഗുണം മാത്രം ഉണ്ടായിരിക്കും ഈ ഹൈറ്റ് കൊണ്ട്. അതെ. നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ബാബുച്ചേട്ടൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡൂപ്പുകൾ ഇടാറുണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല, ഡൂപ്പ് ഉപയോഗിക്കാറില്ല. ഒന്നാമത് എനിക്കുള്ള ഡൂപ്പ് കിട്ടത്തില്ല. ഞാൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് വേറൊരാളാണ്. ഈ ഐറ്റമൊക്കെ രൂപ കിട്ടുന്ന വലിയ പാടാണ്. ഈ ഐറ്റം ബോഡി ലാംഗ്വേജും പണ്ടൊക്കെ ഞാൻ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും നല്ല കട്ട മീശയും മുടിയൊക്കെ ട്രിം ചെയ്ത് നല്ല സുമുഖന്മാരാണ് നമ്മുടെ സിനിമയിൽ. ഒരു പ്രാന്തനെ പോലെ ഒരു മനുഷ്യൻ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ നീട്ടി കമ്മലൊക്കെ ഇട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എവിടെ മലയാള സിനിമയിൽ ഫിറ്റാവും എന്നിങ്ങനെ ആലോചിച്ച സമയത്ത് ഒരു ഒട്ടകം എന്ന് പറഞ്ഞ ലൈനിലേക്ക്. പക്ഷെ എങ്ങനെയോ ജനങ്ങളെ നമ്മളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സാധ്യത വളരെ കുറവായിരുന്നു. ഈ ഫൈറ്റ് സീനിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒത്തിരി ആക്സിഡന്റ് ഉണ്ട് അല്ലേ? ഒരുപാട് ആക്സിഡന്റ് ഉണ്ട്. അത് ശരിക്കും നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു ആക്സിഡന്റ് ഏതായിരിക്കും? നമ്മൾ കുറച്ച് നാളത്തേക്ക് വിശ്രമിക്കേണ്ട ഒരു ആക്സിഡന്റ് ഏതായിരിക്കും? അത് എനിക്ക് തോന്നുന്നു ദൗത്യത്തിന്റെ തെലുങ്ക് വേഷം ചെയ്യുമ്പോൾ ഒരു 50 അടി പൊക്കത്തിൽ നിന്ന് ചാടണമായിരുന്നു. ഗണ്ണും പിടിച്ചിട്ട് പാറയുടെ മുകളിൽ നിന്ന് ചാടും. അപ്പം ഇന്നത്തെ പോലെ എയർ ബാഗും പരിപാടികളും ഒന്നുമില്ല. അന്നൊരു ചെറിയ നെറ്റ് അവരിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കും. അത് ഇതൊരു 10 സ്ക്വയർ ഫീറ്റ് അറൗണ്ട് ഉള്ള അതാണ് പിടിച്ചിരിക്കുന്നത്. അല്ല, അത് ചാടി എന്നെ ഇവിടെ സമ്മതിക്കാനില്ല. അത് വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ, ഡൂപ്പിട്ട് ചാടിക്കോളൂ. പക്ഷെ അവരത് വലിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആ സാഗിങ് ഈ എഫക്റ്റ് അങ്ങ് പോയി. ഞാനതേ വീണ് തെറിച്ച് പുറത്ത് വീണ്. തെറിച്ച് വീണ് വെച്ച് നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ മരണക്കണ്ടി ബൈക്ക് ഓടിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ കണ്ണ് കാണാതായിപ്പോയി. അങ്ങനെ താഴെ പെട്ടെന്ന് ഞാൻ ലാൻഡിൽ താഴോട്ടിട്ട് വന്ന് ബൈക്ക് വിട്ടിട്ട് തലേ കൈ വെച്ചിരുന്നു. തലയിലോട്ട് വീണില്ല ഭാഗ്യത്തിന് ബൈക്ക്. അപ്പം അന്നേരം ചോദിച്ചു ഇനിയും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം കംപ്ലീറ്റ് ചെയ്യണ്ടേ. പിന്നെ കുറച്ച് സ്പീഡ് കുറച്ച് ചെയ്ത് അങ്ങനെ ഒപ്പിച്ചെടുത്തു. പിന്നെ പല ആക്സിഡൻറ്റുകൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ എന്നെ ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് അടിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു 3-ാം മുറിക്കകത്ത് സമ്മർസോൾട്ട് ചെയ്തിട്ട് ബാക്ക് വന്ന് വീഴണം. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അത് ലാലിങ്ങനെ ഒരു ആക്ഷൻ കൊടുക്കത്തേ ഉള്ളൂ. രണ്ടുപേരോട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാലൻസ് പോകും. അതും കുറച്ചൊക്കെ ഗ്ലാസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി ചെറിയ. അന്നത്തെ ഗ്ലാസ്സൊക്കെ എന്നാ ഗ്ലാസ്സാണ് നമുക്ക് തന്നെ അറിയുന്നില്ല. ഇപ്പൊ ഒത്തിരി സേഫ്റ്റി മെഷേഴ്സ് ആയിപ്പോയി. എനി ആക്ഷൻ ഇപ്പൊ ചുമ്മാ ഒന്ന് ജമ്പ് ചെയ്ത് പഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് പുറകോട്ട് വീണ് കഴിഞ്ഞാൽ അത് വെരി ഡേഞ്ചറസ്. ബൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ഷനും ഡയലോഗ് പോലല്ല, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഡയലോഗ് തെറ്റി നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ ആക്ഷൻ തെറ്റിക്കഴിഞ്ഞ് ഇടിയും കൊണ്ടല്ല, ഇടി കിട്ടിക്കഴിഞ്ഞിട്ട് ചില്ല് പൊട്ടി കഴിഞ്ഞ് പിന്നെ ചില്ല് പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതങ്ങനെ ലാലേട്ടൻ ആക്ഷൻ കാണിക്കുന്നു, നമ്മൾ ആ ചില്ലിലേക്ക് വീഴുന്നു. ആക്ഷൻ ഇങ്ങനെ കാണിക്കുന്നു. അതാണ് അതിന്റെ കറക്റ്റ് ടെക്നിക്ക്. പുള്ളി എന്നെ പിടിച്ച് ഇങ്ങനെ ഇടുകയാണെങ്കിൽ എൻ്റെ ബാലൻസ് പോവും, പുള്ളിയുടെ ബാലൻസ് പോവും. ഒരു ടെക്നിക്ക് ഉണ്ട് എല്ലാത്തിനും. അത് ആ വഴിക്കാണ്. ഈ ബാബുച്ചേട്ടൻ അഭിനയിക്കുമ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം അവരുമായിട്ട് ബാബുച്ചേട്ടൻ കുറേ സിനിമകൾ ചെയ്ത് വരുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസിലേക്ക് വീണ്ടും പോവാണ്. പിന്നെ കരാട്ടയും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഈ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ടൈപ്പ് ഉണ്ടാക്കുക? ഞാൻ ഇത് ചെയ്തേക്കാം, സ്റ്റണ്ട് മാസ്റ്റർ ഇപ്പൊ നമ്മൾ സ്റ്റണ്ട് പഠിപ്പിക്കുകയാണല്ലോ, പറയാണ് ബാബു ഇന്ന് ഈ രീതിക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ രീതിക്ക് ചെയ്താൽ അത് അത്ര ഫലമാവോ, അല്ലെങ്കിൽ അത് ഒരു ആക്സിഡന്റിലേക്ക് പോവോ, അത്ര സംസാരമൊക്കെ ഉണ്ടാവോ നിങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും ഒരു ടീം വർക്കായിട്ട് ഉണ്ടാവും. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് ഞാൻ ഇടപെടാറില്ല, കാരണം അവരുടേതായ രീതികളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ സജഷൻസ് പറയും, മിക്കവാറും സജഷൻസൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് അവരുടേതായ വിഷൻ ഉണ്ടല്ലോ, കാഴ്ചപ്പാടുണ്ടല്ലോ, അപ്പോൾ അത് കവർ ചെയ്ത് ഞാൻ അങ്ങനെ പോകാറില്ല. ഇതന്ന് ഈ മോഹൻലാൽ എടുത്ത് കഴിഞ്ഞിട്ട് ചില്ലൊക്കെ പൊട്ടിക്കുമ്പോൾ ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ പറഞ്ഞു, അയ്യോ ബ്ലഡ് വരുന്നുണ്ടല്ലോ. അത് ഉടനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാം ശരിയാക്കി. എന്നിട്ട് ഞങ്ങൾ അടുത്ത തെലുങ്ക് പടത്തിന് പോയി, വൈകിട്ടത്തെ ഫ്ലൈറ്റിന്. അവിടെ പോയി ഇടി മേടിക്കാൻ പോയി, ചിരഞ്ജീവിയുടെ ഇടി. ലാലൻ്റെ ഇടി മേടിച്ചിട്ട് പോയിട്ട് ചിരഞ്ജീവിയുടെ ഇടി മേടിക്കാൻ പോയി. അവർ കാലഘട്ടം ഭയങ്കരമാണല്ലേ. ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പം അന്നത്ര യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ട് മദ്രാസിൽ ഷൂട്ട് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം ആന്ധ്രയിൽ ഷൂട്ട് ചെയ്യും. അന്ന് എല്ലാം സെപ്പറേറ്റ് ആണല്ലോ. അല്ലെങ്കിൽ അടുത്ത ദിവസം ബോംബെ ഷൂട്ട് ചെയ്യും. ഒരാഴ്ച ഞാനൊരു 4-5 സ്ഥലത്ത് ഷൂട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. ഓടിയാണ്. പിന്നെ ഹീറോ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം കുറച്ചു. ഈ ഹീറോ ആയപ്പോൾ വേറൊരു പരിവേഷമാണല്ലോ കിട്ടുന്നത്. അതെ അല്ലേ. നമുക്ക് പിന്നെ ഒരു ഒതുങ്ങി മലയാളത്തിൽ തന്നെ നിന്ന് എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, ഒരു ഒതുക്കം ഉണ്ടല്ലോ. ഹീറോയിനായിട്ട് നായിക എന്ന നിലയിലേക്ക് താങ്കൾക്ക് അന്നും ഇന്നും മനസ്സിൽ എന്നും
ഓർമ്മ നിൽക്കുന്ന ഒരു നായിക ആരായിരിക്കും? ഇല്ല, എൻ്റെ സിനിമയിൽ നായികയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കുറവായിരുന്നു. വളരെ 1, 2, 3 സീനുകളിൽ വന്നു പോകുന്ന നായികമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഹീറോ, ഫുള്ളി ഹീറോ ഓറിയൻറ്റഡ്. അത് ഹീറോ ആണെങ്കിൽ പോലും ഹീറോ വരുന്നതും ഇൻട്രോയിലാകുമ്പോഴാണ് വരുന്നത്. അങ്ങനെയുള്ളൊക്കെ ഒരു പാറ്റേൺ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു പടത്തിൽ 3 ഫൈറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയുന്നത് കേട്ട് നമ്മുടെ പടത്തിൽ ഓരോ റീലിന് ഇടിയാൻ തോന്നും. ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതായത് 1:3. ഒരു സിനിമയിൽ 3 ഫൈറ്റ്. അതായത് ഇൻട്രൊഡക്ഷൻ ഒരു ഫൈറ്റ്, ഇടയ്ക്കൊരു ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ്. പിന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഞാൻ അവരെ 45 ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. എൻ്റെ പടങ്ങൾ കണ്ടാൽ അറിയാം. സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഭയങ്കര സ്കോറിംഗ് ആയിരിക്കും ഓരോ ചെറിയ സീനുകളും ആൾക്കാരും. കാരണം ഇത് ആക്ച്വലി ഒരു പിരമിഡ് സ്ട്രക്ചറാണ് സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലിരിക്കുന്ന കല്ലാണ് ഹീറോ. അപ്പോൾ ഈ ബാക്കിയുള്ള കല്ലുകളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്താലേ ഇത് നിൽക്കുകയുള്ളൂ. അത് തിരിച്ചു വെച്ച് നോക്കി, ഹീറോ എല്ലാം കൂടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് കൊളാപ്സ്. ആ ഒരു മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന തിയറി, MBA പഠിച്ചപ്പോൾ കിട്ടിയൊരു തിയറിയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ നോക്കും, ചന്തയ്ക്കകത്തൊക്കെയാണ് തിത്തീവി, അതുപോലെ തിലകേട്ടൻ്റെ ക്യാരക്ടർ, അതുപോലെ ലാലു അലക്സിൻ്റെ ക്യാരക്ടർ, ടോണിയുടെ, അപ്പോൾ ചെറിയൊരു ഭയങ്കര ഇതായിരിക്കും ഭയങ്കര ഫിനിഷിങ്ങും എല്ലാം ഉണ്ടാവും. ഞാൻ പെർട്ടിക്കുലറായിരുന്നു അത് ഡയറക്ടറോട് പറയും, ഒരാളെപ്പോലും നമ്മൾ വിട്ട് കളയരുത്. കടലിൻ്റെ ക്ലൈമാക്സ് വന്നപ്പോഴത്തേന് ഇവരെല്ലാം എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്, ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ഫൈറ്റ് മാസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞു, ബാബു ക്ലൈമാക്സ് ബാബു മാത്രം ഫൈറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, ബാക്കി ആരും വേണ്ടത്. ഞാൻ പറഞ്ഞു, ഈ കൊടപ്പുറത്ത് ഞാൻ മാത്രം ഇത്രയും പേരോട് അടിക്കാനായിട്ടോ? ലോജിക്കലി ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. അത് വേണ്ട, നമുക്ക് ഇവരൊക്കെ എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരില്ല, എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യട്ടെ, ഒരു ഓളമാക്കാന്ന് പറഞ്ഞു. മൊത്തം ഒരു അടിയുടെ ഫെസ്റ്റിവൽ ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ രസമായി, പടം ഓളമായി. ഞാൻ തന്നെ അവിടെ കിടന്ന് അടിച്ചിട്ട് വെറുതെ അതൊന്നും. സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ ക്യാരക്ടറും എൻ്റെ മനസ്സിലുള്ളതാണ് വളരെ. പക്ഷെ ചില ആൾക്കാരത് മിസ്യൂസ് ചെയ്യും, ഓവർടേക്ക് ചെയ്യാൻ നോക്കും, ഹീറോയെ ഓവർടേക്ക് ചെയ്യാൻ നോക്കും. അത് ഇറ്റ് ഈസ് ബാഡ് ഫോർ ദ സിനിമ. കഴിഞ്ഞ ദിവസം TG രവിയുടെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. TG രവി ചേട്ടൻ പറഞ്ഞ 2-3 കാര്യം നമുക്ക് ഇപ്പം ഓർമ്മ വരുവാണ്. TG രവി കൂടുതൽ സീനുകൾ അങ്ങനത്തെ ആയിരുന്നല്ലോ, റേപ്പിംഗ് സീനുകളൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഒന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വീട്ടിൽ പോയി ഹോളിബിൽ അടിച്ച് ജനലിൽ വന്ന് അന്ന് അവർ പുറത്തേക്ക് ഹൗസ് മേഡ് എന്ന് പറഞ്ഞ് പേടിച്ചോടി എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ കണ്ടിട്ട് പേടിച്ചു. ആ സിനിമയുടെ ഒരു ഇതാണ്, സിനിമയിൽ കണ്ട ആ ഒരു വില്ലനാണല്ലോ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം കണ്ടെന്നത്. അതുപോലെ തന്നെ ബാബുചേട്ടനെ കാണുമ്പോൾ ഒരു വില്ലനാണല്ലോ പല സിനിമയിലും. അങ്ങനെ എന്തെങ്കിലും വേറെ രീതിക്കല്ല, ആക്ഷൻ ഇടിയാണല്ലോ ആ വില്ലൻ. അങ്ങനെ ആരെങ്കിലും ഭയപ്പെട്ടിട്ടില്ല? എല്ലാം കാണുമ്പോൾ ഭയങ്കര സ്നേഹം ആൾക്കാർക്ക്, എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ സിനിമയിൽ വരുമ്പം രവിചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ, അതുപോലെ പല വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരും റേപ്പ് ഒരു ഭാഗമാണ് സിനിമയുടെ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ 2-3 റേപ്പ് വേണമെന്നുള്ളൊരു കോൺസെപ്റ്റ് അന്ന് നിലനിന്നിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാൻ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് എതിർത്തു. ഞാൻ പറഞ്ഞു, എന്തിനാ അയാൾ വില്ലൻ റേപ്പ് ചെയ്യുന്നത്? അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായിരിക്കും, റേപ്പിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ കോൺസെപ്റ്റ് ഞാൻ മാറ്റി. വില്ലൻ അല്ല സാർ, ഒരു 2 റേപ്പെങ്കിലും ഒരു സിനിമ വേണമെന്ന് എന്നോട് പറഞ്ഞു. അന്ന സമയത്ത് പറഞ്ഞ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ അതെന്തിനാ, അല്ല ആൾക്കാർക്ക് ഇഷ്ടം. ഞാൻ എന്താ ആൾക്കാരത്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഞാൻ ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് മാറ്റി. എൻ്റെ പടത്തിൽ, ഞാൻ ചെയ്യുന്ന പടത്തിൽ റേപ്പ് ഉണ്ട്, വില്ലൻ റേപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. തെലുങ്കൊക്കെ ഞാൻ എത്രയോ പടങ്ങൾ ഞാൻ വിട്ടെന്നല്ല, വേണ്ടാന്ന് ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന്. അതുപോലെ തന്നെ പിന്നെ നായിക അടിക്കുന്നത് എനിക്ക് അതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. നായിക അടിക്കുന്നത്, കാരണം ചില സിനിമയിൽ നായിക അടിക്കുമല്ലോ, വില്ലനിട്ട് അടിക്കുമല്ലോ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ തെലുങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ ഒറ്റ അടിയൊക്കെ അടിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ വില്ലനാണ്, പക്ഷെ കറക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള നായികയുടെ അടി നമ്മൾ മേടിക്കില്ല. നായികയുടെ അടി മേടിക്കത്തില്ല, റേപ്പും ചെയ്യത്തില്ല, അങ്ങനെയുള്ള മോളസ്റ്റിങ് വിമനോ ഒന്നും ചെയ്തില്ല. ഷൂട്ട്, കിൽ, ഫൈറ്റ്, പിന്നെ എക്സ്ട്രീം വയലൻസും ചെയ്യത്തില്ല. അല്ല, ഒരു സബ്ജക്റ്റിന് വേണ്ടി ആ ക്യാരക്ടർ നായിക നമ്മൾ അടിക്കണം എന്നൊരു ഡിമാൻഡ് സ്റ്റോറി പറഞ്ഞാൽ വേണ്ട. അതുപോലെ നിയമമുള്ള ഒരു സബ്ജക്റ്റാണ്, കുഴപ്പമില്ല. ഇത് ചുമ്മാ രസത്തിന് ഇതൊരു പാർട്ട് ഓഫ് ദ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിലുള്ള അടിയാണ്. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കോമഡി പോലൊരു സാധനം അതിനു മുമ്പും വേണം എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാമായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് ഡസന്റ് ഡിമാൻഡ്, അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ വന്നിട്ട് റേപ്പ് എന്നുള്ളൊരു സംഭവം എടുത്തു കളയാൻ ബാബുചേട്ടൻ ശരിക്കും ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത വില്ലൻ വേഷങ്ങൾ ആ രീതിയിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മറ്റേ കാര്യം ജനങ്ങളങ്ങ് വിട്ടു, ഇതാവശ്യമില്ല. പക്ഷെ ഞാൻ ചെയ്തത് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ബാക്ക് ഫയർ ചെയ്തിരുന്നെങ്കിൽ അതിൽ തുടർന്ന് പോയാനെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നിന്ന് പോയാനെ അല്ലേ? ഈ
ലാലേട്ടനാണെങ്കിലും മഞ്ഞിൽ വരുന്ന പൂക്കളിൽ വില്ലനായിട്ടാണ് വരുന്നത് അല്ലേ? അതെ. ആ ലാലേട്ടന്റെ ഇപ്പോഴത്തെ യാത്ര നോക്കുമ്പോൾ ലാലേട്ടൻ എവിടെ എത്തിയിരിക്കുന്നു നമ്മൾക്കെല്ലാം സന്തോഷവും അത്ഭുതവും എല്ലാം തോന്നുന്നതാണ്. തീർച്ചയായിട്ടും. ബാബുചേട്ടനും വരുന്നത് വില്ലനായിട്ടാണ് വരുന്നത് അല്ലേ? അതെ അതെ. പിന്നീട് നായകനായിട്ട് വരുന്നു. പിന്നീട് ആ കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്വയം മാറിയതാണ്, മാറ്റി നിർത്തപ്പെട്ടതായിരുന്നു? ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഉത്സാഹിച്ചാൽ മതിയായിരുന്നു. എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ, ഫാമിലി സെറ്റപ്പും കല്യാണമൊക്കെ കഴിച്ച് അവർ സെറ്റിലാകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാനിന്ന് ഒതുങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പലരെയും നമ്മൾ കാണുക, അവരോട് സംസാരിക്കുക, അവരെ വിളിക്കുക ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്തോ അങ്ങനൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് നോക്കിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലെ? അല്ലെങ്കിൽ നമുക്കൊരു ഇനിയൊരു വീഴ്ച പറ്റിയാൽ പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് സ്വയം നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അത്രമാത്രം താരങ്ങളുണ്ട് അല്ലെ? അതെ. വളർന്നു വരുന്ന ഒത്തിരി കലാകാരന്മാരാണ്. അപ്പൊ നമുക്കൊരു അടി തട്ടിയാൽ നമ്മൾ അവിടെ കടന്നു പോകും. അതെ, ഉറപ്പാണല്ലോ അല്ലെ? അപ്പൊ സെലക്ഷൻ സിനിമ ഇപ്പം നമുക്കവിടെയാണെങ്കിലും മോഹൻലാലിലാണ് എത്രയോ സിനിമകൾ പരാജയപ്പെടുന്നു. പക്ഷെ എന്തോ എൻ്റെ ഒരു സിനിമ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 സിനിമ പരാജയപ്പെട്ട എഫക്റ്റ് പോലെ എനിക്ക് തോന്നും, മനസ്സിൽ തോന്നും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത. പരാജയപ്പെട്ട സിനിമ ഏതാ? അങ്ങനെ തോന്നിയ സിനിമ ഏതായിരിക്കും അഭിനയിച്ചാൽ? ഭാഗ്യത്തിന് എൻ്റെ എല്ലാ സിനിമകളും ഒരുപാട് സൂപ്പർ ഹിറ്റുകളുണ്ട്, ആവറേജുകളുണ്ട്. തീരെ പരാജയപ്പെട്ടു എന്ന് പറയുന്നൊരു സിനിമ എനിക്ക് എൻ്റെ അറിവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഇല്ല, അങ്ങനെ തീരെ ഒരു ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രൊഡ്യൂസേഴ്സിന് കാശ് കിട്ടി, ഡിസ്ട്രിബ്യൂട്ടറിന് കാശ് കിട്ടി പോകുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ആക്ഷൻ സിനിമയുടെ ഒരു പ്രത്യേകതയായിരിക്കും. ആക്ഷൻ സിനിമ എപ്പോഴും ഇപ്പൊ അത്തരമൊരു ആക്ഷൻ സിനിമകൾ ഇല്ല മലയാളത്തിൽ. ഇല്ല അല്ലേ? വരും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും തുടങ്ങി. ആക്ഷൻ മാറി കുടുംബചിത്രങ്ങളിലേക്ക് വന്നു, കുടുംബചിത്രം മാറി കോമഡിയിലേക്ക് വന്നു, മാറിയാണ് നമ്മളെ പ്രേക്ഷകർ. പ്രകൃതി വന്നു, പ്രകൃതി ഒത്തിരി സിനിമകൾ വന്നു. ഇതൊക്കെ മാറിയാണ് നമ്മളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് ഒരു സിനിമയെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുന്ന പ്രേക്ഷകരാണ് മലയാളത്തിലുള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അല്ലെ? പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഇന്ന സിനിമ എന്നല്ല, പ്രേക്ഷകർക്ക് ആവശ്യം വെറൈറ്റിയാണ് ആവശ്യം. അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കണം. സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ലവ് ഉണ്ടായിരിക്കണം, ഇമോഷൻസ് ഉണ്ടായിരിക്കണം, ആക്ഷൻ ഉണ്ടായിരിക്കണം, കോമഡി ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ഒരു ചേരുവ നന്നായിട്ട് ബാലൻസ് ചെയ്ത് സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു മാസ് ഒരു 90% ആൾക്കാർ ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത സിനിമ കോമഡിക്ക് അങ്ങനെ, അല്ലെങ്കിൽ ട്രാജഡി, അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടാർഗറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്കൊരു മാസ് അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതൊക്കെയാണല്ലോ ഈ പൊന്നിയിൻ സെൽവവും. അതിന് അത്ര എക്സ്പെൻസീവ് ആണെന്നില്ല, ഈ വിക്രമും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് എത്രയോ വലിയ ഹിറ്റുകളായി മാറി. അപ്പോൾ ഓഡിയൻസിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യത്തില്ല. അവർ നമ്മൾ കൊടുക്കുന്ന ഇതേ ചില തീരുമാനിക്കും, ഇതേ കൊടുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് കുറച്ച് സാറ്റലൈറ്റ് റൈറ്റും OTT റൈറ്റും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സിനിമ തിരിയാണ്. ആ ഒരു ആക്ടേഴ്സിന് വേണ്ടി സിനിമ തിരിയുമ്പോൾ അവർക്ക് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ബാബുചേട്ടൻ നായകനായി വരുന്ന കാലഘട്ടത്തിൽ അന്നും സിനിമകൾ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്, സാറ്റലൈറ്റൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട്. അന്ന് ബാബുചേട്ടനൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞല്ലോ. ബാബുചേട്ടൻ്റെ ഒരു സിനിമയിൽ എന്നെ വെച്ച് ബിസിനസ് നടത്താൻ ആ പ്രൊഡ്യൂസറിന് കഴിയുന്നുണ്ടെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ നമ്മളൊരു സാലറി കാര്യത്തിലൊക്കെ ഒരു അധികം കൂട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വളരെ റീസണബിൾ ആയിട്ടുള്ള സാലറി എപ്പോഴും ചോദിച്ചിട്ടുള്ളൂ അന്നും. കാരണം ഒരു പടം ഹിറ്റായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഹൈക്ക് ചെയ്ത് കഴിയുമ്പോഴേ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇത് കുറേ സമയം കഴിയുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് അതിന്റെ ഇരട്ടിയാക്കുന്നു. അത് ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് സുരേഷ് കുമാർ തന്നെ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇവിടെ നിർമ്മാതാക്കളിൽ പണം കുലുക്കുന്ന മരമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവര് പൈസ കൂട്ടുന്നതുകൊണ്ട് അത് സിനിമയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ചേംബറൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. അത് പ്രതിസന്ധി ആവുമല്ലോ അങ്ങനെ വരുമ്പോൾ. എക്സ്പെൻസ് കൂടുമല്ലോ സിനിമയുടെ. അപ്പോൾ അത് വിൽക്കുന്ന മാർക്കറ്റിലേക്ക്, അതിൻ്റെ മാർക്കറ്റിന് മുകളിലുള്ള പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കാൻ മേലാത്തൊരവസ്ഥ, അത് റിക്കവർ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സാണല്ലോ. നമുക്ക് ഒരു ആക്ടറോടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്നലെ മേടിക്കാവുള്ളത്. ഈ വില്ലൻ എന്ന നിലയിൽ നമ്മൾ നായകന്മാരുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ആക്ടറാണ്, നമ്മൾ ആ സമയത്ത് ക്യാരക്ടറാവാണ്. നമ്മളെ കൈപ്പിഴ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റണ്ടിന്റെ പിഴവ് കൊണ്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയപ്പോൾ ഒരു ദുഃഖം തോന്നുന്നു. ആ പരിക്ക് പറ്റിയത് ഓർക്കുന്നുണ്ടോ? എൻ്റെ കൈ കൊണ്ട് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. ഇല്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പല സമയത്ത്.
അല്ല അല്ലേ? പക്ഷെ ഞാനത് ഞാൻ ഈ MMA കേജ് ഫൈറ്റ് ഒക്കെ ചെയ്ത ആളാണ്, ഒറിജിനൽ ഫൈറ്റ് ചെയ്ത ആളാണ്. അപ്പം അതുകൊണ്ട് അതൊരു വലിയ 1-2 ഇടിയൊക്കെ ഇപ്പം പറ്റില്ല കേട്ടോ. അന്നൊക്കെ 2 ഇടിയൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്താൽ പിന്നെ എഴുന്നേറ്റേക്കും. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം സിനിമ ഫൈറ്റ് ആണല്ലോ മൊത്തം. ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് തന്നെ 10-15 കൊല്ലമായി സിനിമയിൽ തന്നെ. സിനിമയിൽ തന്നെ? ആക്ഷൻ സിനിമകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ ആകെ ചെയ്തത് കൊച്ചുണ്ണിയിലൊരു ചെറിയ ബിറ്റ്, ചെറിയ ഒരു സംഭവം, പിന്നെ പൊന്നിയിൻ സെൽവനകത്തൊരു ചെറിയ ബിറ്റ്, പിന്നെ ഇപ്പം ലിയോയ്ക്കകത്തായിരിക്കും കുറച്ച് കൂടുതൽ ചെയ്യാൻ നല്ല ഫൈറ്റ് വരില്ലേ? സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ അത്. ലിയോ ഒരു ആക്ഷൻ സിനിമയാണല്ലോ. അതുകൊണ്ട് ഒരുപാട് നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷൻ ആ സിനിമയുടെ ഒരു പോക്ക് അതായിരുന്നു. അത് അങ്ങനെയുള്ള സിനിമകൾ, പിന്നെ OTT സിനിമകൾ വന്നു. അപ്പോൾ അതിനൊന്നും ഒരു വലിയൊരു ബിഗ് സ്ക്രീൻ എഫക്റ്റിൻ്റെ ആവശ്യമില്ല. ഈ കോവിഡ് സമയത്തൊക്കെ അമേരിക്കയിലാണല്ലോ അതെ അല്ലെ? അവിടെ വലിയൊരു ബുദ്ധിമുട്ടുകളായിരുന്നു അന്ന്? ഇല്ല, അമേരിക്കയിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഒന്നാമത് ഒത്തിരി സ്പേഷ്യസ് ആണ് സ്ഥലങ്ങൾ. നമ്മൾ വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാലും അവിടെ ഒന്നും ആരുമില്ല. അപ്പം ഒരു കുറേ പേര് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവർ ഹായ് പറയുന്നല്ലാണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് പോകുന്നവരാണ്. ഇവിടുത്തെ പോലെ ഒരു ക്രൗഡ്, നമ്മുടെ ഇന്ത്യയെ പോലെ മുഴുവൻ ക്രൗഡില്ല. അതുപോലെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാലും, ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഫുട്ബോൾ മൈതാനം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയും നമ്മൾ വലിയൊരു ഈ എന്താ പറയുന്നത്, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കീപ്പിംഗ് ഡിസ്റ്റൻസ് വാസ് വെരി ഈസി. ഫീൽ ചെയ്തില്ല. പക്ഷേ ആ ഒരു പാൻഡമിക്കിൻ്റെ ടോട്ടൽ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം അടച്ചു എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് ഷൂട്ടിംഗ്. അപ്പോൾ സ്കൂൾ എങ്ങനെ നടക്കുന്നത്? സ്കൂൾ ഞാൻ ക്ലോസ് ചെയ്തു അല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിലെ ഭയങ്കര റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. എന്തെങ്കിലും നമ്മളൊരാളെ ഏൽപ്പിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പിന്നെ അവിടെ സൂ ചെയ്യും ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ. ചിലപ്പോൾ $millions ആയിരിക്കും സൂ ചെയ്യുന്നത്. ഒന്ന് വീണ് അല്ല കൈ ഇടിഞ്ഞു കാലിടിഞ്ഞു എന്നൊക്കെ. നമ്മളാകുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടെല്ലാം ചെയ്യിക്കുന്നത് പിള്ളേരെ കൊണ്ട്. അതുപോലെ മറ്റുള്ളവർ ചെയ്യിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു. ഇനി ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും മനസ്സിൽ? എനിക്ക് എപ്പോഴും പലരും ഇങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ക്രൈസ്റ്റിൻ്റെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ചന്ത കണ്ടിട്ട് എന്നെ ക്രൈസ്റ്റ് ചന്ത നിൽക്കുന്നതൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഒരു വേഷം ചെയ്താൽ കിട്ടിയ താല്പര്യമുണ്ട്. പിന്നെ എനിത്തിങ് ദാറ്റ് ഈസ് വർത്ത് ഡൂയിങ്. ഇനി ലാലേട്ടനും മമ്മൂക്കായിട്ടൊരു സിനിമ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം മമ്മൂക്കായിട്ട് ഇപ്പോൾ ഒരു പടം ചെയ്യുന്നു, തിരുനാളുകൂടി ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടുമായിട്ടും ഡെഫിനറ്റ്ലി ഉണ്ടാകാം. പ്രൊഡക്ഷൻ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്? ഇല്ല. എന്തുകൊണ്ട്? ഞാനൊരു ബിസിനസ്മാൻ അല്ല ബേസിക്കലി. ഞാൻ MBA പഠിച്ചു കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചു ഈ ബിസിനസ് നമുക്ക് പറ്റുന്ന വഴിയാണ്. അതുകൊണ്ട് അത് ലൈനിലേക്ക് നമ്മൾ പോയില്ല. എന്താ എനിക്കറിയാം, എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത്ര ആൾക്കാർ ഇങ്ങനെ, ഇവരൊക്കെ ഇത്ര മിടുക്കന്മാരാണല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഞാൻ അവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്, എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്. ഇത്ര സ്മാർട്ട് ആൾക്കാർ, ഇൻ്റലിജൻ്റ് ആൾക്കാരാണല്ലോ എന്ന് ഞാനിങ്ങനെ അഡ്മയർ ചെയ്യാറുണ്ട്. പക്ഷേ ഐ കാൻ ഡു ദാറ്റ്. അത് പൈസ പോകുന്നുള്ളൊരു പേടിയാണോ? അതല്ല, എനിക്കത് പറ്റത്തില്ല. നമുക്ക് പറ്റില്ല. നമ്മുടെ മേഖലയല്ല. നമ്മുടെ മനസ്സിലുണ്ട്. ആർട്ടിസ്റ്റാണ് ഞാൻ. അതൊരു സംഭവമാണ്. അത് ഒരുപാട് നമ്മളെ ഇതിനിടയ്ക്ക് കണക്ക് നോക്കാൻ പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ലൈനിലേക്ക് പോകാനുള്ള ഒരു സംഭവം നമുക്കില്ല. ഡയറക്ഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അതുണ്ട്. അത് വൈകാതെ 1-2 സിനിമകൾ ചെയ്യണമെന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചേട്ടൻ ചെയ്യുള്ളൂ. അതായത് അത് പെർമനന്റ് ആയിട്ട് അങ്ങനെയല്ല. 1-2 സിനിമകൾ അതിന്റെ ഒരു ഐഡിയയിലൊക്കെ വന്നിട്ടുണ്ടോ? ആളുകളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു മനസ്സിലുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള, ആദ്യം നമ്മൾ കഥ കണ്ടുപിടിക്കുന്നു, പിന്നെ അത് തിരക്കഥയാക്കുന്നു, ഡയലോഗ് ആക്കുന്നു, പിന്നെ കാസ്റ്റിങ്ങിലേക്ക് പോകുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ ഇപ്പം മിക്കവാറും സിനിമകൾ, ഒരു 99% സിനിമകളും കാസ്റ്റ് മുന്നിൽ കണ്ടിട്ടാണ് കഥയിലേക്ക് പോകുന്നത്. അത് എനിക്ക് വർക്കൗട്ട് ആകത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊജക്റ്റ് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് താരത്തിന്റെ അടുത്തേക്ക് എത്തുള്ളൂ, ഉറപ്പിച്ചോളൂ ഇന്ന ആള് വേണമെന്നുള്ള അപ്ലൈ ചിന്തിക്കുള്ളൂ. പക്ഷെ അത് റിസ്ക് അല്ലേ? ഇല്ല, ഒരിക്കലും റിസ്ക്. നമ്മൾ അതിന് റിസ്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം കഥയും തിരക്കഥയാണ് ഒരു പടത്തിൻ്റെ ബാക്ക് ബോൺ. അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് കുറവാണ്. പക്ഷേ താരത്തിനെ കണ്ടിട്ട് കഥയും തിരക്കഥയും എഴുതുകയാണെങ്കിൽ എത്ര സിനിമകൾ അങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കഥ സെലക്ട് ചെയ്യാം, അതനുസരിച്ചിട്ട് കാസ്റ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമുക്ക് തൽക്കാലം ഇല്ല. അത് നല്ല രീതിയാണ്. നമ്മൾ സംസാരിച്ചതിന് ഒത്തിരി സംസാരിക്കുമല്ലേ? നമുക്ക് ഫാമിലിയൊക്കെ ഇവിടെ ഇല്ലേ? ആർദ്രുണ്ട് ഇവിടെ, അവനെ വിളിക്കാം ഇപ്പം വേണമെങ്കിൽ. അവരെ വിളിക്കണം. അവരെ വിളിച്ചിട്ട് പിന്നെ നിങ്ങളങ്ങ് സംസാരിച്ചോ, ഞാനങ്ങ് മാറിയേക്കാം. അത് വേണ്ട, അമേരിക്ക അല്ലേ? അത് കുഴപ്പമില്ല. ഞങ്ങളിപ്പം മിനിഞ്ഞാന്ന് ആർത്തറിന്റെ ബർത്ത്ഡേ ആയിരുന്നു, 31st ബർത്ത്ഡേ ആയിരുന്നു.
അപ്പോൾ ഞങ്ങൾ യാട്ടിൽ പോയി സുഖമായിട്ട് അതൊക്കെ ആഘോഷമൊക്കെ നടത്തി. അതൊക്കെ ഉദ്ദേശിച്ച് ഞാൻ ദുബൈയിലേക്ക് വന്നു. ഹാഫ് വേ മീറ്റിംഗ്. വൈഫ് പാട്ട് പാടുമല്ലോ, മലയാളം പാട്ടൊക്കെ പാടുമല്ലോ? മലയാളം പാട്ട്, തമിഴ് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. നമുക്കൊന്ന് വൈഫിനെ എടുത്തൊരു പാട്ടൊക്കെ പാടിക്കാം. ഇപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നില്ല പാടുമെന്ന്. പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ വന്നിരിക്കുക, എന്നെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ജെറ്റ് ലാഗ് ഒക്കെ അല്ലേ, 2 ലൈനൊക്കെ പാട്ട് പാടാലോ? ജെറ്റ് ലാഗ് അല്ലേ, നോക്കാം നമുക്ക് അല്ലേ? അപ്പൊ നമുക്ക് ആർത്തന്നെ വിളിക്കാം, അവൻ ഇറങ്ങി വരും. ഒന്ന് വിളിച്ചാലോ നമുക്ക്? വിളിക്കാം. ബാബുച്ചേട്ടൻ എഴുതുന്ന ഒരു സിനിമയിൽ ഡയറക്ഷൻ ചെയ്യുന്ന മോനുണ്ടാവുമോ? ക്യാരക്ടർ സ്യൂട്ടബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അച്ഛനെ ഇടിച്ച് സൂപ്പാക്കും. പക്ഷെ അടിക്കണ്ട കേട്ടോ. ഞാൻ ഇതുവരെ സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടില്ല ജീവിതത്തിൽ, ഒരിടത്തും പോയിട്ടില്ല. അത് ആദ്യമായിട്ടുള്ള അറിവാട്ടോ. ഞാൻ വിളിക്കാറില്ല, അതുകൊണ്ട് പങ്കെടുക്കാറില്ല. മണിസാറിന്റെ അവിടെ ഒരു പണിയെ നടക്കുള്ളൂ. பார்த்த முதல் நாளே உன்னை பார்த்த முதல் நாளே